ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രാൻഡ് ഫിനാലേൻ്റെ ഡേൻ്റെ അന്നെടുത്ത ഷൂട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് അസ്ലങ്ങാൻ്റെ ഓഫീസിലുള്ള കൊളീഗ്സ് അവരെ മലയാളീസ് മൊത്തം ഇവിടെ നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് കളി കണ്ടത്. അപ്പോൾ അവർക്കൊരു ഹരാണല്ലോ കുറേ ആൾ ഒന്നിച്ച് കാണുമ്പോൾ. അപ്പോൾ അവർക്ക് അന്ന് കളി കാണുമ്പോൾ അവർക്ക് ഇടയ്ക്ക് കുറിക്കാനുള്ള കുറച്ച് ഐറ്റംസ് നമ്മളെ ചായക്കടികൾ, ചായപലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കിയൊരു ദിവസമായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്, കുറച്ച് പഴയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മൈസൂർ ബോണ്ടയ്ക്കുള്ള മാവാണ്. മൈസൂർ ബോണ്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് മതിയെങ്കിൽ അളവ് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 2 കപ്പ് മൈദക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടി വേണം. ഒരു അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇതിന് നിർബന്ധമായിട്ടും വേണ്ടത് ബേക്കിംഗ് സോഡ, നമ്മളെ അപ്പക്കാരാണ്. അപ്പോൾ അപ്പക്കാരിടുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഇത് 3-4 മണിക്കൂർ വെക്കുകയാണെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 മണിക്കൂർ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമല്ല നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ടത്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തൈര് ഞാൻ ഒന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പുളിയുള്ളതായാലും പുളി ഇല്ലാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തത്. അപ്പോൾ അതൊരു 1.5 കപ്പോളം ഉണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതാണ്. എത്ര വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ഇളക്കി നോക്കുക. കാരണം അരിപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം വെള്ളം വേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി നോക്കുക കേട്ടോ. അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മൈദക്കും അരിപ്പൊടിയൊക്കെ ഓരോരുത്തർ എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് കറക്റ്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ ഉറ്റി വീഴുന്ന ഒരു ഭാഗം എന്ന് പറയില്ല, ആ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഭാഗത്തിലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് മൂടിയിട്ട് ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഇതവിടെ വെക്കാണ് കേട്ടോ. അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ. പിന്നെ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എപ്പോഴും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഷറഫുദ്ദീൻ എന്നാണ് ആളെ ID എന്ന് പറയുന്നത്. അവർ ചീരണി കാണിക്കുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ചീരണി എന്ന് പറഞ്ഞാൽ എൻ്റെ കോഴിക്കോടായാലും മലപ്പുറമായാലും ചീരണി എന്ന് പറയുന്നത് ഒന്നുകിൽ നബിദിനത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബറാത്ത് സമയത്തൊക്കെ ഉണ്ടാക്കുന്ന എല്ലാതരം സ്നാക്സിനും പായസത്തിനും ഒക്കെ പറയണ ആ സമയത്ത് പറയുന്ന പേരാണ് ചീരണി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാണ്ട് അങ്ങനെ ഒരു ചീരണി എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ എന്നുള്ളത് എൻ്റെ അറിവിലില്ല. അപ്പോൾ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഉണ്ടാക്കാൻ വേണ്ടി പോണത് പപ്സിൻ്റെ മസാലയാണ് കേട്ടോ. പപ്സിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയ സൈസുള്ള ഉള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ ചോപ്പറിൽ അരിഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്നിച്ച് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കുറേ ഉള്ളി ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് വാട്ടിയെടുക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഉള്ളി 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഉള്ളിലത്തെ വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം വറ്റി വരും. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഇത്ത വെള്ളമൊക്കെ വറ്റി ഇതിൽ വെള്ളമൊന്നും ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഓയിൽ കുറച്ചിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ ഫില്ല് ചെയ്യണത് അതിൽ നിന്ന് ഈ ഓയിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂണേ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ മസാല നല്ല ഒന്ന് വാടി വരണം. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്, കളറൊക്കെ മാറി. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഞാൻ ഓൾറെഡി ഉള്ളി അരിയുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി. എന്നിട്ടത് നന്നായിട്ടൊന്ന് വാടട്ടെ. അതിൻ്റെ ഒരു പച്ചച്ചായ മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് വാടി വന്നാണ്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ആണ് വേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയാണ് ഇതിലേക്ക് പൊടികൾ ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊടികളൊന്നൊരു പച്ചച്ചായ മാറുന്ന വരെ ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, കാരണം ഇതിൽ ചേർക്കാൻ പോണ ചിക്കനിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. അത് ബ്രസ്റ്റ് പീസ് മാത്രം ഞാൻ വേവിച്ചിട്ട് കൈകൊണ്ടൊന്ന് ചിക്കി എടുത്തതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ നല്ലോണം ഉപ്പിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇത് ഇനി ഈ ഒരു ചിക്കൻ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ, വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു ചിക്കനിലേക്ക് എല്ലാ മസാലയും ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുക. അപ്പോൾ 2-3 മിനിറ്റ് വരെ ആ ചിക്കൻ്റെ ഒക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ലേശം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ആവശ്യമുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 2-3 മിനിറ്റ് വരെ ഞാൻ വാട്ടിയെടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി ഇതാണ്, മസാല ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫില്ലിംഗ് ആണിത്.
അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞ് വെച്ചതാണ് ഇട്ടത്. ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിടുന്ന മല്ലിച്ചപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് തീയിൻ്റെ ആവശ്യമില്ല കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂട് തന്നെ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടിക്കോളും. ഇതിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഇല ആ ചൂടോട് കൂടി അങ്ങ് വാടി വന്നോളും. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. أهمها أن يكون ذلك منتخب في التاريخ يحقق أمامك يا أوروبا وأمامك. ഇപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ട് നല്ലോണം തണിഞ്ഞ മസാല ആണിത് കേട്ടോ. അപ്പോൾ ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ഷീറ്റിൽ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് ഷീറ്റൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ റെഡിമെയ്ഡ് പഫ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതിങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും നമുക്ക് പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു തരാൻ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്ന് ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കട്ടെ. എപ്പോഴും ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷീറ്റ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല മരം പോലാണ് ഉണ്ടാവുക. കാരണം ഐസാണല്ലോ, നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറേ മുന്നേ എടുത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ തണുപ്പങ്ങ് പോകും. ഓരോന്നും നമുക്ക് എത്രയാണോ വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഷീറ്റ് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ തണുപ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ മസാല വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അധികം അങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നേരെ പകുതിയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവനിൽ വെക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ പ്രസ് ചെയ്താലും ചിലതൊക്കെ ഇങ്ങനെ തുറന്നു പോരും. എന്നാലും പ്രശ്നമൊന്നുമില്ല. ഓവനിൽ ബേക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇതിലിപ്പോൾ എണ്ണ കയറാനൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും പപ്സ് നമുക്കിങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചതാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേശം പാലെടുത്ത് വെച്ചതാണ്. അതൊന്ന് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണം മുട്ടൻ്റെ ഉണ്ണിയൊക്കെ പുരട്ടണമെങ്കിൽ അങ്ങനെ പുരട്ടി കൊടുക്കുക. നല്ലൊരു മഞ്ഞ കളറിലൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ ഉണ്ണിയൊക്കെ പുരട്ടി കൊടുക്കുക കേട്ടോ. മുട്ടൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ള എള്ളില്ല അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ എള്ളൊന്ന് അതിന്മേൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പാലൊന്ന് തേച്ച് കൊടുത്തത്. അപ്പം ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യണത് 200 ഡിഗ്രിയിൽ 30 മിനിറ്റാണ്. അപ്പോൾ ഓരോരുത്തർ ഓവനിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, ഡിഗ്രി ആയാലും സമയമായാലും. അപ്പോൾ അതവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5-6 പഴം എടുത്ത് വെച്ചതാണിത്. അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്നിനെ ഒരു 4 പീസായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ പഴംപൊരി ഇല്ലാണ്ട് നമുക്കൊരു ഇതുമില്ല അല്ലേ. എന്ത് പരിപാടിയാണെങ്കിലും ആദ്യം ഉണ്ടാക്കുന്ന സ്നാക്ക് എന്ന് പറയുന്നത് പഴംപൊരി ആയിരിക്കും. പിന്നെ എൻ്റെ മക്കൾക്കും ഞമ്മക്കും എല്ലാം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്നാക്കാണ് പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇത് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് എന്ന് പറയുന്നത് ഒരു കോക്കനട്ട് ബോളാണ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുത്തത്. ആ 2 മുട്ട മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു കേക്ക് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായി ഇട്ട് കൊടുക്കുക. ഏലക്കായി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെനില വെച്ച് കൊടുക്കാം. പിന്നെ അതൊരു നാടൻ പലഹാരം ആയതുകൊണ്ടാണ് ഞാൻ ഏലക്കായി തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. നല്ലൊരു എന്താ പറയുക, തേങ്ങാ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു തേങ്ങൻ്റെ കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് അലീന വരെയാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 1/2 കപ്പോളം ആദ്യം ഒന്ന് മൈദ ഇട്ട് കൊടുക്കുക. മൈദപ്പൊടിയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. 1/2 കപ്പ് ആദ്യം ഇട്ടാൽ മതി. പിന്നെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല ഒന്നിനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇളക്കി നോക്കിയിട്ട് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആദ്യം 1/2 കപ്പാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഞാൻ കൈകൊണ്ടാണ് ഇടുന്നത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നിങ്ങൾ എത്ര കൂട്ടിയിട്ട് കൊടുക്കണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ കൂടിയെന്ന് വിചാരിച്ചിട്ട് പൊരിക്കുന്ന സമയത്ത് കീറിപ്പോവുക അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി കട്ടിയാവണ വരെ എത്ര പൊടി വേണമെന്നുള്ളത് നോക്കിയിട്ട് അത്രയും മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എടുത്താൽ കൈകൊണ്ട് എടുത്താൽ ഇങ്ങനെ നുള്ളി നുള്ളി ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം. അതുവരെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. കാരണം പൊടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയായി വരും. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുക, റെഡി ആയിനോന്ന്. നല്ല ചൂടിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല കറക്റ്റ് പാകമാണ്. എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൈ ഒന്ന് ഇങ്ങനെ വെറുതെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഓരോ ഉരുളായിട്ട് ഇങ്ങനെ നുള്ളിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇടാൻ വേണ്ടി പറ്റണം. അതാണ് ഇതിൻ്റെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഈ ഒരു ഭാഗത്തിൽ നമുക്ക് നുള്ളി ഇടാൻ വേണ്ടി പറ്റണം. അപ്പോൾ ആ ഒരു പാകമാകണ വരെയാണ് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ, ഈ ഒരു പാകത്തിൽ. അപ്പോൾ ഈ ഏത് ഷേപ്പിൽ നിങ്ങളിങ്ങനെ ഇട്ട് കൊടുത്താലും ഇത് പൊന്തി വരുന്ന സമയത്ത് നല്ല റൗണ്ട് ബോളായിട്ട് തന്നെ വന്നോളും. കാരണം ഇതിൽ മുട്ടയാണല്ലോ ഉള്ളത്, വേറെ ഒന്നുമില്ല, ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ ഒന്നും വേണ്ട. മുട്ട ഉള്ളതുകൊണ്ട് തന്നെ ഇത് നല്ല റൗണ്ട് ബോളായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ ഏകദേശം ഒരു ട്രിപ്പിനുള്ള മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇതെല്ലാം പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തീ കുറച്ച് വെക്കണേ, കാരണം അത് ഉള്ളു വേവണമല്ലോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് വേവണ രീതിയിൽ പൊരിച്ചെടുക്കുക. പിന്നെ തീരെ എണ്ണയൊന്നും കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പിന്നെന്താണ്, തേങ്ങ ഇഷ്ടം പോലെ വേണം. അപ്പോൾ ഇവിടെയുള്ള ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് തേങ്ങ എപ്പോഴും കുറച്ചൊരു ക്ഷാമമുള്ള സാധനമാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മളെ കോക്കനട്ട് ബോൾസൊക്കെ ഇവിടെ റെഡി ആയിന്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. തീരെ എണ്ണയൊന്നും കുടിക്കില്ല. ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത്. ഇതുപോലെ നമ്മൾ മൈദയും തേങ്ങ ഇടുന്നതിന് പകരം റവ ഇട്ടിട്ട് തരി ഉണ്ടാന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, ഇതിപ്പോൾ കണ്ടോ, അതിൻ്റെ പുറം ഭാഗം നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചതായിട്ടൊരു ഫീല് പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്തത് അത് മൊത്തം ഞാൻ പൊരിച്ചെടുത്ത്. ഇനിയിപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ പഴംപൊരിയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ മധുരം ആദ്യം ഞാൻ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ എണ്ണ മാറ്റി കൊടുത്തിട്ട് പിന്നെയാണ് എരിവുള്ളത് പൊരിച്ചെടുക്കുന്നത്. കാരണം മൈസൂർ ബോണ്ട സ്പൈസി ആണല്ലോ, അപ്പോൾ എരിവ് ആയതുകൊണ്ട് ഞാനത് അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ പഴംപൊരി മൊത്തം ആദ്യം ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ പഴംപൊരിൻ്റെ മാവ് ഞാൻ ഇതിൽ പെടുത്താൻ നിന്നത് വെച്ചാൽ നല്ല ലെങ്തി വീഡിയോ ആയിരിക്കും. ഇപ്പോൾ ഓൾറെഡി നല്ലോണം ഉണ്ട്. അപ്പോൾ കാരണം 3-4 ഐറ്റംസിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പഴംപൊരി ആയതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. അതേപോലെ തന്നെ എല്ലാ റെസിപ്പിയും എല്ലാവർക്കും അറിയാം. എന്നാലും പഴംപൊരി എന്ന് പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മാവ് ഉണ്ടാക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്താണ്ട് നിന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു മാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു തട്ടുകട സ്റ്റൈലുള്ള ഒരു പഴംപൊരിൻ്റെ മാവാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പും കഴിഞ്ഞ് ഞാനിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമുക്കുള്ള പഴം മുഴുവനും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡി ആയിന്. ഇതുപോലെ ഞാൻ ബാക്കി മൊത്തം എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അടുത്തത് സ്പൈസി ഉള്ള അതാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി അടുത്തത് ആ എണ്ണ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വേറെ എണ്ണ വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് മൈസൂർ ബോണ്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ഓവനിൽ നമ്മൾ പപ്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ചിലതൊക്കെ ഇങ്ങനെ തുറന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നില്ല നിങ്ങൾ, ബാക്കിയെല്ലാം നല്ല കറക്റ്റായി വന്നാണ്. ഇനിയിപ്പോൾ മൈസൂർ ബോണ്ടയിലേക്കുള്ള സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ വലിയ കട്ടിയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കേണ്ടിട്ടുണ്ട്, നിർബന്ധമായിട്ട് ചേർക്കേണ്ടത്. മൈസൂർ ബോണ്ടൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വെല്ലുള്ളി, പിന്നെ വേണ്ടി 2 ടേബിൾ സ്പൂൺ തന്നെ കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈസൂർ ബോണ്ടൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ആണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കൈകൊണ്ടാണ് ഇടുന്നത്. ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
ഈ ഒരു അളവിലേക്ക് 2.5 കപ്പ് പൊടിയാണ് എടുത്തത്. ഇനിയിപ്പോൾ പൊടി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ. അല്ലാണ്ട് കുറഞ്ഞ അളവാണ് എടുക്കണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഈ സാധനങ്ങൾ മൊത്തം ലാസ്റ്റ് പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിയിൽ നിന്നും പച്ചമുളകിൽ നിന്നൊക്കെ ഇതിൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ അങ്ങനെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മാവ് ലൂസായി പോകും. അതുകൊണ്ട് ഇത് ലാസ്റ്റ് നമ്മൾ പൊരിക്കുന്ന സമയത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കാണുന്നില്ല, ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസിലാണുള്ളത്. അപ്പോൾ ഇതിനൊന്ന് കട്ടിയാക്കി എടുക്കണം. ഇതും നേരത്തെ ഞാൻ കോക്കനട്ട് ബോൾ പറഞ്ഞ പോലെ തന്നെ കൈ കൊണ്ട് ഉറ്റിയിടാൻ പറ്റുന്ന ഒരു പാകത്തിലാകണ വരെ പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടി ഒരു 1/2 കപ്പും കൂടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായിക്കോളും. അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പൊരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിങ്ങനെ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുന്ന ഒരു പാകം ഒലിച്ച് പോകാൻ പാടില്ല. ആ ഒരു പാകത്തിലാകുന്ന വരെയാണ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൈസൂർ ബോണ്ടൻ്റെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് നോക്കുക. എണ്ണ നല്ല ചൂടുള്ള സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ തീയിലിടാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ വെള്ളം ഒന്ന് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി. എന്നിട്ട് ഓരോ ഉരുള ഇങ്ങനെ ഉറ്റിയിടുക. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണയിൽ പൊന്തി വരുന്ന സമയത്ത് അതങ്ങ് നല്ല ഷേപ്പിലങ്ങ് വന്നോളൂ കേട്ടോ. നല്ലൊരു ഉരുണ്ടിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ കൈകൊണ്ട് കോരിയിട്ടാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക കേട്ടത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോടുകൂടി കഴിക്കലാണ് നല്ലത്. ഉണ്ടാക്കിയൊരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിച്ചു പോകണം. നല്ല ടേസ്റ്റാണ്. നല്ല ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഞാനിപ്പോൾ ഒന്നും ചട്നിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എല്ലാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതിന് പിന്നെ 4 തരം കടിയും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചട്നിയൊന്നും ഉണ്ടാക്കാനുള്ള നേരം കിട്ടിയില്ല. ഇത് നല്ല തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ കാര ചട്നി, നമ്മളെ മുളക് ചട്നിയോ ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് മൈസൂർ. നമ്മളെ തമിഴ്നാട്ടിലുള്ള ഒരു ഐറ്റമാണിത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതവരെ തട്ടുകടയിലൊക്കെ വിൽക്കുന്ന ഒരു സാധനമാണ് മൈസൂർ ബോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ്. പലതരം ചട്നികളാണ് ഇതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കോരി മാറ്റാണ് കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ളതും അതേപോലെ തന്നെ ആ മാവ് തീരുന്നവരെ എങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ എല്ലാ ഐറ്റംസും ഇവിടെ ഏകദേശം റെഡിയായി കേട്ടോ. 4 തരം ഐറ്റംസും ഇപ്പോൾ ഞാൻ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ ആ ബോണ്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ബോണ്ടൻ്റെ അതേ സമയം തന്നെ ഞാനിപ്പോൾ ഇവിടെ തേങ്ങക്കും വെച്ചിട്ടുണ്ട്. മസാല ചായ ആണ്. അപ്പോൾ നമ്മളെ ചായയും ഇവിടെ റെഡി ആയിന്. അപ്പോൾ ചായ ഞാനിപ്പോൾ എല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. മസാല ചായയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ചായയാണിത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അതാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചായ റെഡിയായി. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ തിന്നണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പം ഫിനാലേൻ്റെ അവർ എൻജോയ് ചെയ്യണ ആ ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ടേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.